ശ്രീനിവാസ്, ഇന്ന് ജോസ് കെ മാണി പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് അടക്കം പറയുന്ന നിലയുണ്ടായിരുന്നു. UDF കൺവീനർ ഒക്കെ ഇങ്ങനെ ക്ഷണിക്കുന്നു, അതിനുവേണ്ടി വാതിലുകൾ തുറന്നിടുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പരിപാടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ ഇന്ന് ജോസ് കെ മാണി മറുപടി പറയുകയുണ്ടായല്ലോ. നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും അലയടിച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും പ്രകടമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ എല്ലാ CPM-നും CPM-ൻ്റെ എല്ലാ ഘടകകക്ഷികൾക്കും ഇത് നമ്മുടെ സൗണ്ട് ഇത് വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ CPM-നും അതുപോലെയുള്ള മറ്റെല്ലാ ഘടകകക്ഷികൾക്കും വലിയ പരിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആ പരിക്കിൽ CPI വീണിട്ടുണ്ട്, ആ പരിക്കിൽ CPM വീണിട്ടുണ്ട്, ആ പരിക്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും വീണിട്ടുണ്ട്. സ്വാഭാവികമായും മാണിക്ക് കാലങ്ങളായി കിട്ടിയിരുന്ന സീറ്റുകളൊക്കെ ഇത്തവണ UDF-നൊപ്പം പോന്നിരിക്കുന്നു. കോട്ടയത്തൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള മുന്നോട്ടും ഉള്ള യാത്രയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് നിൽക്കക്കള്ളിയില്ല എന്ന് തോന്നിയിട്ട് ഒരു ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വികസനം എന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഒന്നും UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന കാര്യമാണ്. ഇന്നടക്കം മാധ്യമങ്ങളോട് അത് പറഞ്ഞു. അദ്ദേഹം അത് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ആളുകൾ മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് കിട്ടുന്നൊരു ധാരണ എന്താണ്? അതായത് നിങ്ങളുടെ മുന്നണി വിപുലീകരിക്കണം. VD സതീശൻ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വിസ്മയകരമായ ചില കാര്യങ്ങൾ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കും. അന്നൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ വീണ്ടും അതിനൊരു സാധ്യത തേടലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. UDF എന്ന് പറയുന്ന നിലവിലെ സംവിധാനം കോൺഗ്രസിനും ലീഗിനും അപ്പുറം ഇനിയും വിപുലീകരിക്കേണ്ടതുണ്ട്. അതിന് LDF-ലെ കക്ഷികൾ വേണമെന്ന വല്ലാത്ത ആഗ്രഹം. അത് വേണ്ട, അത് മനസ്സിൽ വെച്ചാൽ മതി, അങ്ങോട്ടേക്കില്ല. അപ്പോൾ അത് തുറന്നു പറയല്ലേ ജോസ് കെ മാണി ചെയ്തത്? ഞാനൊരു കാര്യം ശരത്തോട് ചോദിക്കുമ്പോൾ ശരത്ത് ദേഷ്യം പിടിക്കരുത്. ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF-ന് അനുകൂലമായ വിധിയുണ്ടായപ്പോൾ അതിൻ്റെ LDF-ൻ്റെ 2 കൺവീനർ, അന്നത്തെ 2 കൺവീനർ, ഒന്ന് വിജയരാഘവനും EP ജയരാജനും നിരന്തരമായി നടത്തിയൊരു ജൽപ്പനമുണ്ട്. ആ ജൽപ്പനം എന്തായിരുന്നു? മുസ്ലിം ലീഗിനെ ഞങ്ങളിതാ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, മുസ്ലിം ലീഗിന് സ്വാഗതം, മുസ്ലിം ലീഗ് ഇടത് മുന്നണിയിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അപ്പോൾ അവർ ജയിച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴും EP ജയരാജൻ LDF കൺവീനർ ആയപ്പോഴും വിജയരാഘവൻ LDF കൺവീനർ ആയപ്പോഴും കൃത്യമായി ആ തെരഞ്ഞെടുപ്പിൽ വിജയം LDF-ന് അനുകൂലമായപ്പോൾ പോലും അവർ ആവശ്യപ്പെട്ടത് നമ്മുടെ മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു. അതിന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന തങ്ങളടക്കമുള്ള ആളുകൾ ദേഷ്യമല്ല വരുന്നത്, ചിരിയാണ് വരുന്നത്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് ഇത് എപ്പോഴാണ്, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ശ്രീ സജീവനും ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ ക്ലിപ്പ് കാണിക്കണോ? അങ്ങേക്ക് ക്ലിപ്പ് കാണിക്കണോ? അങ്ങയുടെ AP ജയരാജൻ അങ്ങയുടെ പാർട്ടിയിലെ LDF-ന്റെ കൺവീനർ ആണോ അല്ലയോ? വിജയരാഘവൻ LDF-ന്റെ കൺവീനർ ആയിരുന്നില്ലേ? ഞാനത് പറഞ്ഞു. അവർ 2 പേരും നിരവധി തവണ UDF-ൽ ഉള്ള കക്ഷിയായ മുസ്ലിം ലീഗിനെ പരസ്യമായി ക്ഷണിച്ചത്. അതിന് മറുപടിയായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ തങ്ങളടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നിരന്തരം പറഞ്ഞതും നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. എൻ്റെ സുഹൃത്ത് പാനലിസ്റ്റായിട്ടുള്ള സജീവൻ അത് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ നിരന്തരം അതൊക്കെ സ്വാഭാവികമാണ്. ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ മറ്റേ മുന്നണിയിൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അങ്ങനെ ആവുന്നു എന്ന് കരുതുന്ന ആളുകളെ ക്ഷണിക്കുക സ്വാഭാവികമാണ്. അതിലെന്ത് തെറ്റാണുള്ളത്? നമ്മൾ കടയിലേക്ക് നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ കടയിൽ സെയിൽസ്മാൻ വന്ന് എല്ലാവരെയും ആളുകളെ കൻവാസ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇതാ നല്ല സാധനങ്ങളാണ്, ഇവിടെ വന്ന് വാങ്ങിക്കൊള്ളു. സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഘടകകക്ഷിയെ നിങ്ങളെ കൂടെ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് കാലങ്ങളായി നിങ്ങളുടെ കൂടെ അല്ലല്ലോ.
കേരള കോൺഗ്രസിലെ കെ എം മാണി ക്കെതിരായി താങ്കളുടെ പാർട്ടി സി പി എമ്മിൻ്റെ LDF പ്രമുഖ കക്ഷികൾ ഒക്കെ നടത്തിയ സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഫിസിക്കലിയായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതാ MLA-മാർ അക്രമം നടത്താൻ പോയതൊക്കെ ഞങ്ങളുടെ ഉറവിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷിയായി നിന്നിരുന്ന ഒരു ഘടകകക്ഷിയെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ നിർത്തിയപ്പോൾ അവർക്ക് അവിടെ സ്പേസ് ഇല്ല എന്നും അവിടെ നിന്നാൽ ഗതി കിട്ടില്ല എന്നും അവർക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വരാൻ എന്നെ ഒന്ന് നിർബന്ധിക്കൂ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ അവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ക്ഷണിക്കും. അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ അത് തെറ്റ് നിങ്ങൾക്ക് പറയാം. എങ്ങനെ? നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന എല്ലാവരെയും ക്ഷണിച്ചവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ കളഞ്ഞു പോയ ആളുകളെ പോലും മാണിക്കക്കല്ല് പോലെ എടുത്തു കൊണ്ടുപോയവരല്ലേ നിങ്ങൾ? ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളുകളെ പോലും എടുത്തവരല്ലേ? അവരെ പോലും എടുത്ത് തലയിൽ നെറ്റിപ്പട്ടം കെട്ടിച്ച് അങ്ങാടി കൂടെ നടന്നവരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, മറ്റുള്ളവർക്ക് ആർക്കും ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുന്നണിയിൽ ആരില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് 80 സീറ്റിലെ ഭൂരിപക്ഷമാണ്. അത് ഞങ്ങൾ പറയുന്നത് 100 സീറ്റിലേക്ക് എത്തുമെന്നാണ്. 100 സീറ്റ് എന്ന് പറയുന്നത് മുന്നോട്ട് പോവുകയാണ്.